ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SCERT കില്ലർ സീരീസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സയൻസ് ആണ് നോക്കാൻ പോകുന്നത്. പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് സൈലം PSCയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലിൽ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ 2 പാഠങ്ങളാണ് തന്നത്. അതിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം തന്ന ആ ഒരു 4ാമത്തെ പാഠമാണ് കേട്ടോ. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെയുള്ള കില്ലർ സെഷൻസ് പോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പേനയും പേപ്പറും എടുത്ത് നമ്പർ ഇട്ടിട്ട് ആൻസേഴ്സ് എഴുതി വെക്കുക. ഏറ്റവും അവസാനം എന്ത് ചെയ്യാം, നമുക്ക് ഓരോന്നിൻ്റെയും ആൻസേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻ നോക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? ശരി, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഈ 4 പ്രസ്താവനകൾ വായിച്ച് നോക്കിയിട്ട് അതിലേതാണ് തെറ്റായ പ്രസ്താവന എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം, മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, വായിച്ചിട്ട് ചെയ്യണം. എല്ലാവരും വായിച്ചിട്ട് കൃത്യമായിട്ട് ഏതാണ് ഉത്തരമെന്ന് തോന്നുന്നത് അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. എല്ലാവരും മാർക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓക്കെ, എഴുതിയല്ലോ, ആൻസർ മാർക്ക് ചെയ്ത് വെച്ചല്ലോ. സമയം കൂടുതൽ വേണ്ടവർ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് ആൻസർ എഴുതിയിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. മൂന്നാമത്തെ ചോദ്യം, വീണ്ടും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. എല്ലാവരും മാർക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഖരപദാർത്ഥങ്ങൾ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ. ഓക്കെ, നെക്സ്റ്റ് 5, ഉത്പന്നത്തിന് വിധേയമാകുന്ന ഒരു മൂലകം. മാർക്ക് ചെയ്തല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെ പറയുന്ന പേര് എന്താണ്? മാർക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകുന്നു. ശുദ്ധ പദാർത്ഥത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഓക്കെ, എഴുതിയല്ലോ. നെക്സ്റ്റ്, ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ. ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസറ്റോണിന്റെ തിളനില. അസറ്റോണിന്റെ തിളനില. അസറ്റോണിന്റെ തിളനില. മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. പ്രസ്താവനകളാണ് 4 പ്രസ്താവനകൾ. നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം ആൻസർ മാർക്ക് ചെയ്ത് വെക്കുക. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള മാർഗം. ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള മാർഗം. ഓക്കെ, കഴിഞ്ഞല്ലോ. 12 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ഫസ്റ്റ് ചാപ്റ്റർ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് 12 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പറയാനുണ്ട്. നമുക്കതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് 1 മുതൽ 12 വരെ നമ്പർ ഇട്ട് ആൻസർ ഒക്കെ എഴുതി വെച്ചു എന്ന് വിചാരിക്കുന്നു. ഞാനിനി തിരിച്ച് 1ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ആൻസർ പറയുമ്പോൾ ശരിയാണെങ്കിൽ നിങ്ങൾ ടിക്ക് ഇടുക, തെറ്റാണെങ്കിൽ തെറ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും അവസാനം എത്ര മാർക്ക് കിട്ടി, 12ൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എല്ലാവരും എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക.
നമുക്ക് വായിച്ചു നോക്കാം. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നമുക്ക് വായിച്ചു നോക്കാം. ഖരപദാർത്ഥത്തിലെ കണികകൾക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ്. നമുക്ക് നോക്കിയാലോ, നമുക്കത് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ഇപ്പൊ ഇതൊരു ഖരപദാർത്ഥം. നമ്മുടെ പദാർത്ഥം, നമ്മുടെ ചുറ്റിനും കാണുന്ന വസ്തുക്കളില്ലേ, ഈ വസ്തുക്കൾ ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത്? ഇപ്പൊ ഞാൻ ഈ പേന എടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അല്ലെ, നല്ല സോളിഡ് ആയിട്ട് നല്ല കട്ടിയായിട്ടിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്നതിന് നമ്മൾ പറയുന്ന അവസ്ഥ എന്താണ്? ഖരാവസ്ഥ അല്ലെങ്കിൽ സോളിഡ് എന്ന് പറയും അല്ലെ. സോളിഡ് അല്ലെങ്കിൽ ഖരമാണ്. ഇനി നാം കുടിക്കുന്ന വെള്ളം, പെട്രോള്, മണ്ണെണ്ണ, ഡീസൽ അല്ലെ, എണ്ണ, ഇതൊക്കെ ഏത് അവസ്ഥയിലിരിക്കുന്നു? ഒഴുകുന്ന ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഈ സാധനം എന്താണ്? ഇത് ദ്രാവകമാണ് അല്ലെങ്കിൽ ലിക്വിഡ് ആണ് അല്ലെ. ദ്രാവകമാണ് അല്ലെങ്കിൽ ലിക്വിഡ് ആണ്. ഇനി നമ്മുടെ ചുറ്റിനും കാണുന്ന വായു നമ്മൾ ശ്വസിക്കുന്നു, ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തേക്ക് വിടുന്നുണ്ട്, അതേപോലെ നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, നമ്മുടെ നീരാവിയില്ലേ, വെള്ളം തിളച്ചിട്ട് പുറത്തേക്ക് പോകുന്ന നീരാവി, ഇതെല്ലാം ഏതവസ്ഥയിലാണ് ഇരിക്കുന്നത്? ഇതെല്ലാം ഇരിക്കുന്നത് വാതകാവസ്ഥയിലാണ് അല്ലെങ്കിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. ആണല്ലോ. ശരി, ഇനി നമുക്ക് ഈ 3 അവസ്ഥകളെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമുക്കൊന്ന് താരതമ്യപ്പെടുത്തി നോക്കാം. ഇവിടെ നോക്കൂ, ഞാൻ ആദ്യം ഖരാവസ്ഥ എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഖരാവസ്ഥ. ഈ ഖരാവസ്ഥയിൽ ഇതിനകത്തുള്ള കണികകളെല്ലാം ഇങ്ങനെ അടുക്കിയായിരിക്കും വെച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ അടുക്കിയായിരിക്കും ഇതിനകത്തുള്ള കണികകളെയൊക്കെ വെച്ചിരിക്കുന്നത്. നന്നായിട്ട് അടുക്കിയായിരിക്കും വെച്ചിരിക്കുക. ഓക്കെ, ഇനി ഞാൻ ദ്രാവകാവസ്ഥയിലേക്ക് പോകുന്നു. ദ്രാവകാവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ഖരാവസ്ഥയിനേക്കാളും കുറച്ചും കൂടി അകന്നിട്ടായിരിക്കും ഇതിനകത്തുള്ള കണികകൾ ഉണ്ടാവുക. കുറച്ചും കൂടി അകന്നിട്ടായിരിക്കും ഇതിലുള്ള കണികകൾ, ദ്രാവകാവസ്ഥയിലെ കണികകൾ ഉണ്ടാവുക. ഓക്കെ, ഇനി ഞാൻ വാതകാവസ്ഥയിലേക്ക് വാതകാവസ്ഥയിലേക്ക് പോയാൽ ആ കണികകൾ വളരെയധികം ദൂരെ ആയിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ദൂരെ ആയിരിക്കും കണികകൾ തമ്മിൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു 3 ചിത്രത്തിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ്? ഇവിടെ നോക്കൂ, തന്മാത്രകൾ തമ്മിലുള്ള അകലം എടുക്കാം. ആദ്യം നമുക്ക് തന്മാത്രകൾ തമ്മിലുള്ള അകലം എടുക്കാം. ഖരത്തിലാണെങ്കിൽ ആ ഒരു തന്മാത്രകൾ അല്ലെങ്കിൽ കണികകൾ തമ്മിലുള്ള അകലം എങ്ങനെയാണ്? വളരെ കുറവാണ് അല്ലെ. അടുത്തടുത്തല്ലേ സ്ഥിതി ചെയ്യുന്നത്, നല്ല ക്ലോസ് ആയിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കുറവാണ് ഖരപദാർത്ഥത്തിൽ വളരെ കുറവാണ്. ദ്രാവകത്തിലാണെങ്കിൽ അത് കുറച്ച് നമ്മുടെ ഖരപദാർത്ഥത്തെക്കാളും കുറച്ചും കൂടി അകലം തന്മാത്രകൾ തമ്മിലുണ്ട്. വാതകത്തിലാണെങ്കിൽ വളരെ കൂടുതൽ, തന്മാത്രകൾ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. പരീക്ഷയ്ക്ക് ഈ തന്മാത്രകൾ തമ്മിലുള്ള അകലം എന്ന വാക്കിന് പകരമായിട്ട് തന്മാത്രാന്തര ദൂരം എന്നൊരു വാക്ക് തരും. തന്മാത്രാന്തര ദൂരം, തന്മാത്രകൾ തമ്മിലുള്ള അകലമാണ് തന്മാത്രാന്തര ദൂരം എന്ന് പറയുന്നത്. അപ്പൊ തന്മാത്രാന്തര ദൂരം ഏറ്റവും കുറവ്, തന്മാത്രകൾ തമ്മിലുള്ള ദൂരം വളരെ കുറവായിട്ടിരിക്കുന്നത് ഖരപദാർത്ഥത്തിലാണ്. കുറച്ചും കൂടി ഉണ്ട് ദ്രാവകത്തിൽ. ഏറ്റവും കൂടുതൽ തന്മാത്രാന്തര ദൂരമുള്ളത് വാതകാവസ്ഥയിലാണ്. ഇനി പരസ്പര ആകർഷണ ബലം എടുക്കാം. പരസ്പര ആകർഷണ ബലം ഈ ഖരപദാർത്ഥത്തിൽ തന്മാത്രകൾ തമ്മിൽ ഇങ്ങനെ അടുക്കിയാണ് വെച്ചിരിക്കുന്നത്. പരസ്പരം നന്നായിട്ട് അട്രാക്ട് ചെയ്യുമല്ലോ, നന്നായിട്ട് ആകർഷിക്കുമല്ലോ. അപ്പൊ ഖരപദാർത്ഥത്തിൽ പരസ്പര ആകർഷണ ബലം കൂടുതലാണ്. വളരെ കൂടുതലാണ്. ദ്രാവകത്തിലാണെങ്കിൽ നമ്മുടെ ഖരപദാർത്ഥത്തെക്കാളും കുറച്ചും കൂടി പരസ്പര ആകർഷണ ബലം കുറവാണ്. ശരിയല്ലേ? തന്മാത്രകൾ അത്രയ്ക്കും കൂടെ അടുത്തല്ല ഇരിക്കുന്നത്, കുറച്ച് ദൂരമുണ്ട്. അപ്പൊ ആകർഷണ ബലം കുറച്ച് കുറവായിരിക്കും. വാതകത്തിലാണെങ്കിലോ ഒരെണ്ണം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരെണ്ണം വേറെ എവിടെയോ ആണ് ഇരിക്കുന്നത്. അപ്പൊ തന്മാത്രകൾ തമ്മിൽ വളരെ അകലമുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അപ്പൊ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവായിരിക്കും എവിടെ? വാതകത്തിന്റെ കേസിൽ. ഇനി ചലന സ്വാതന്ത്ര്യം ആലോചിക്കൂ. ഈ ഖരപദാർത്ഥത്തിലാണെങ്കിൽ തന്മാത്രകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ചലിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല, ഒട്ടും തന്നെ ഇല്ല. വളരെ കുറവാണ്. ഖരപദാർത്ഥത്തിൽ ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ്. ദ്രാവകത്തിലാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ചൊക്കെ ഒന്ന് ചലിക്കാൻ പറ്റുന്നുണ്ട്. ഖരത്തെക്കാളും കുറച്ചും കൂടിയൊക്കെ തന്മാത്രകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണികകൾക്ക് ചലിക്കാൻ പറ്റുന്നുണ്ട്. ഇനി വാതകത്തിലാണെങ്കിലോ ഒരാൾ ഇവിടെ ഇരുന്ന ഒരാൾ വേറെ എവിടെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അവർക്ക് നന്നായിട്ട് ചലിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? വാതകാവസ്ഥയിലുള്ള തന്മാത്രകൾക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. ഊർജവും അതുപോലെ തന്നെ വാതകാവസ്ഥയിലുള്ള തന്മാത്രകൾക്ക് വളരെ കൂടുതൽ ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഖരപദാർത്ഥത്തിലെ കണികകൾക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ്. ആണല്ലോ, ഖരപദാർത്ഥത്തില് ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ് അല്ലേ? വളരെ കുറവാണ്. അത് ശരിയായ പ്രസ്താവന.
ഇനി വാതകാവസ്ഥയിലെ കണികകൾക്ക് പരസ്പര ആകർഷണ ബലം വളരെ കൂടുതലാണെന്ന് പറയുന്നു. തെറ്റല്ലേ അത്? ആ പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. വാതകാവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും ആകർഷണ ബലം തീരെയില്ല, വളരെ അകലെയാണ് ഇവർ സ്ഥിതി ചെയ്യുന്നത്. ആകർഷണ ബലം തീരെയുമില്ല, വളരെ കുറവാണ്. താപനിലയിലുള്ള വ്യത്യാസം അവസ്ഥാ പരിവർത്തനത്തിന് കാരണമാകുന്നു. അതായത് കുറച്ച് ഐസ് വേണ്ട, വെള്ളം ആലോചിച്ചോളൂ. വെള്ളം, നമ്മൾ കുറച്ച് ജലം എടുത്തു. ഈ ജലം ദ്രാവകാവസ്ഥയിലാണല്ലോ. ഈ ജലത്തിന് ഞാൻ താപം കൊടുത്തു, അതായത് ജലത്തെ ഞാൻ ചൂടാക്കി എന്ന് വിചാരിച്ചോ. ജലത്തിന്റെ താപനില കൂടില്ലേ? ഈ താപനില കൂടിയാൽ, ജലത്തെ ഞാൻ ചൂടാക്കി കഴിഞ്ഞാൽ ആ വെള്ളം തിളച്ചിട്ട് നീരാവിയായിട്ട് മാറും. ശരിയാണോ? അവസ്ഥയ്ക്ക് ചേഞ്ച് ഉണ്ടായോ? ദ്രാവകമായിട്ടിരുന്ന ആളിന്റെ താപനില കൂട്ടിക്കൂടി കൊണ്ടുവന്നപ്പോൾ അത് വാതകാവസ്ഥയിലേക്ക് പോയി. ശരിയല്ലേ? അപ്പോ നമ്മുടെ താപനിലയിലുള്ള വ്യത്യാസം, താപനില മാറുന്നതിനനുസരിച്ച് എന്ത് നടക്കുന്നു? അവസ്ഥാ പരിവർത്തനം നടക്കുന്നു, അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്നു. അവസ്ഥാ പരിവർത്തനം അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്നു. താപനിലയിലുള്ള വ്യത്യാസം അവസ്ഥാ പരിവർത്തനത്തിന് കാരണമാകുന്നു. ക്ലിയർ ആണ്? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നാലാമത്, അത് ശരിയായ പ്രസ്താവനയാണ്. ഖരാവസ്ഥയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ദ്രാവകാവസ്ഥയിൽ കണികകൾ ചലിക്കുന്നു. നമ്മൾ ആ ചിത്രം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഖരപദാർത്ഥത്തിൽ നന്നായിട്ട് അടുക്കിയാണ് വെച്ചത്, ചലിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ദ്രാവകാവസ്ഥയിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടി അകലം അവർക്കിടയിലുണ്ട്, അവർക്ക് ചലിക്കാനുള്ള സ്വാതന്ത്ര്യം കുറച്ചും കൂടി ഉണ്ട്. അപ്പൊ അത് ശരിയായ പ്രസ്താവനയാണ്. ഖരാവസ്ഥയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ദ്രാവകാവസ്ഥയിൽ കണികകൾ ചലിക്കുന്നു. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് തെറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. വായുവിന് സ്ഥിതി ചെയ്യണമെങ്കിൽ സ്ഥലം വേണം. ശരിയാണ്. സൂര്യന്റെയും മറ്റു നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം പ്ലാസ്മ അവസ്ഥയിൽ കാണപ്പെടുന്നു. ശരിയല്ലേ? ശരിയാണ്. സൂര്യന്റെയും മറ്റു നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം പ്ലാസ്മ അവസ്ഥയിൽ കാണപ്പെടുന്നു. ടെക്സ്റ്റ് ബുക്കിന്റെ PDF വായിക്കാത്തവർ മസ്റ്റായിട്ട് വായിക്കണം കേട്ടോ. ഇനി, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും നമുക്ക് ദ്രവ്യം അഥവാ പദാർത്ഥം അഥവാ മാറ്റർ എന്ന് നമുക്ക് വിളിക്കാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും നമുക്ക് ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥം അല്ലെങ്കിൽ മാറ്റർ എന്ന് വിളിക്കാം. അത് ശരിയാണ്. അപ്പോൾ ഇവയെല്ലാം ശരിയാണ്. ഈ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. ഇവയെല്ലാം ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3ാമത്തെ ചോദ്യം. ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. നോക്കാം. പദാർത്ഥത്തിന്റെ 5ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ആണോ? അല്ല, തെറ്റാണ്. പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. അപ്പോൾ തെറ്റ്. പദാർത്ഥത്തിന്റെ 6ാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് എഴുതിയിരിക്കുന്നു. തെറ്റാണ്. പദാർത്ഥത്തിന്റെ 5ാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അടുത്ത്, താഴ്ന്ന താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയാണ് പ്ലാസ്മ. ആരെങ്കിലും തെറ്റിച്ചോ? അതും തെറ്റാണ് കേട്ടോ. താഴ്ന്ന താപനിലയിലല്ല, വളരെ ഉയർന്ന താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയാണ് പ്ലാസ്മ. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥ തന്നെയാണ്. നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ആറ്റങ്ങളുടെ രൂപത്തിലൊന്നും കണികകളെ കാണാൻ പറ്റില്ല, അയോണുകളായിട്ടായിരിക്കും കാണുക. നമ്മളൊക്കെ വഴിയെ പഠിക്കുമ്പോൾ അയോൺ എന്താണ്, ആറ്റവും അയോണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ഇത് മനസ്സിലാക്കുക. അയോണീകരിക്കപ്പെട്ട അവസ്ഥ തന്നെയാണ് പ്ലാസ്മ, പക്ഷേ താഴ്ന്ന താപനിലയിലല്ല, വളരെ ഉയർന്ന താപനിലയിലാണ് പ്ലാസ്മ അവസ്ഥ ഉണ്ടാവുക. ഇനി പദാർത്ഥത്തിന്റെ 6ാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. അത് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ അല്ലേ? അപ്പോൾ 1ാമത്തെ അവസ്ഥ നിങ്ങൾക്കറിയാം, ഖരമാണ്. 2ാമത്തെ അവസ്ഥ എന്താണ്? ദ്രാവകം. 3ാമത്തെ അവസ്ഥയോ? വാതകം. 4ാമത്തെ അവസ്ഥയോ? പ്ലാസ്മ. ഓക്കെ. 5ാമത്തെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. BE എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത് ബോസ്-ഐൻസ്റ്റീൻ ആണ്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 6ാമത്തെ അവസ്ഥ എന്താണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഓക്കെ, ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഇത്രയും നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുള്ളൂ. 7ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ക്വാർക്ക് ഗ്ലുവോൺ പ്ലാസ്മയാണ്. 7ാമത്തെ അവസ്ഥ. 7ാമത്തെ അവസ്ഥ എന്താണ്? ക്വാർക്ക് ഗ്ലുവോൺ പ്ലാസ്മ. ഓക്കെ,
ശരി, അപ്പൊ പ്രധാനമായിട്ട് 7 അവസ്ഥയാണ് എന്ന് പറഞ്ഞ് 7 മാത്രമല്ല, 8, 9, 10, 11, 12 ഒരുപാട് അവസ്ഥകളുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും ഉള്ളത് 7 അവസ്ഥകളാണ്. ദ്രവ്യത്തിന് എത്ര അവസ്ഥയുണ്ടെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. 7 ഉത്തരം കൊടുത്തിട്ടുള്ളത്. അതേ PSC തന്നെ ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥയും ചോദിച്ചിട്ടുണ്ട്. എന്തൊരു വൈരുദ്ധ്യമാണല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. 9ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ജാൻ ടെല്ലർ മെറ്റൽ ആണ്. നമുക്കിതൊന്നും SCRT-യിൽ പഠിക്കാനില്ല, അല്ലാണ്ട് നമുക്ക് പഠിക്കാം. ജാൻ ടെല്ലർ മെറ്റൽ ആണ് 9ാമത്തെ അവസ്ഥ. അതൊന്ന് ഓർത്തു വെച്ചിരിക്കാം. ജാൻ ടെല്ലർ മെറ്റൽ 9ാമത്തെ അവസ്ഥ പ്രീവിയസ് ആണ്, ജാൻ ടെല്ലർ മെറ്റൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. 3ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് 4ാമത്തെ ചോദ്യം. ഖരപദാർത്ഥങ്ങൾ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ. നമ്മൾ ഐസ് എടുത്തു വെച്ചു. ഐസ് ഇല്ലേ, ഐസ്, നമ്മുടെ ഐസ് എടുത്തു വെച്ചു. ഈ ഐസ് കുറച്ചു നേരം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? വെള്ളമായിട്ട് മാറും. ഐസ് ജലമായിട്ട് മാറും. അതായത് ഖരാവസ്ഥയിൽ ഉണ്ടായിരുന്ന ഐസ് ദ്രാവകമായിട്ട് മാറും ആദ്യം. എന്നിട്ട് ആ വെള്ളത്തിനെ നമ്മൾ ചൂടാക്കിയാൽ മാത്രമാണ് അത് നീരാവിയായിട്ട് മാറുക. അതാണ് അടുത്ത് വാതകമായിട്ട് മാറുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഖരം ആദ്യം ഉരുകുന്നു, ദ്രാവകമാകുന്നു, എന്നിട്ടാണ് വാതകമായിട്ട് മാറുന്നത്. പക്ഷേ ഖരപദാർത്ഥം നേരിട്ട് വാതകമായിട്ട് മാറുന്നൊരു പ്രക്രിയയുണ്ട്. ദ്രാവകം എന്ന് പറയുന്ന ഇടയ്ക്കുള്ള അവസ്ഥയിലൂടെ കടന്നു പോകാതെ ഖരം നേരിട്ട് വാതകമായിട്ട് മാറുന്ന പ്രക്രിയ. ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. ഓക്കെ, നമ്മുടെ കർപ്പൂരം ഒക്കെ എക്സാമ്പിൾ ആണ്. കർപ്പൂരം ഇല്ലേ, കർപ്പൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ക്യാംഫർ. ഈ ക്യാംഫർ ഒക്കെ ഖരമായിട്ടിരിക്കുന്നത് നേരിട്ട് വാതകമായിട്ടാണ് മാറുന്നത്. ദ്രാവക അവസ്ഥയിലൂടെ ഇത് കടന്നു പോകുന്നില്ല. അപ്പൊ കർപ്പൂരം ഒക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ആ ഒരു സബ്ലിമേഷൻ കാണിക്കുന്ന ആൾക്കാരുടെ എക്സാമ്പിൾ ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 4 ഓപ്ഷൻ ബി ആണ്. 5, ഉത്പതനത്തിന് വിധേയമാകുന്ന ഒരു മൂലകം. ഉത്പതനത്തിന് വിധേയമാകുന്ന ഒരു മൂലകം. എത്ര പേര് ഓപ്ഷൻ ഡി സെലക്ട് ചെയ്തു? എത്ര പേര് ഓപ്ഷൻ ഡി സെലക്ട് ചെയ്തു? തെറ്റാണ്. ഡി എന്ന് തോന്നിയെങ്കിൽ അതൊരു ട്രാപ്പാണ്, അത് തെറ്റാണ്. ഉത്പതനത്തിന് വിധേയമാകുന്ന ആൾക്കാരാണ്. പാറ്റാ ഗുളികയാണെങ്കിലും കർപ്പൂരമാണെങ്കിലും അയഡിൻ ആണെങ്കിലും ഉത്പതനത്തിന് വിധേയമാകുന്ന വസ്തുക്കൾ തന്നെയാണ്. പക്ഷെ ക്വസ്റ്റ്യൻ നേരെ വായിച്ചില്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് വരും. ക്വസ്റ്റ്യൻ നേരെ വായിച്ചു നോക്കൂ. ഉത്പതനത്തിന് വിധേയമാകുന്ന ഒരു മൂലകം, ഉത്പതനത്തിന് വിധേയമാകുന്ന ഒരു എലമെന്റ് എന്നാണ് ചോദ്യം. ഇവിടെ ആകെപ്പാടെ എലമെന്റ് ആയിട്ട് തന്നിട്ടുള്ളത് അയഡിനെ മാത്രമാണ്. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ ഉത്പതന സ്വഭാവം കാണിക്കുന്നത് ഏതൊക്കെ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഇവയെല്ലാം എന്ന് പറയുന്ന ആൻസർ നമുക്ക് എഴുതായിരുന്നു. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, ഉത്പതനത്തിന് വിധേയമാകുന്ന ഒരു മൂലകം എന്നാണ് ചോദിച്ചത്. എലമെന്റ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എലമെന്റിനെ പറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് അയോഡിൻ ആണ്. ഉത്പതനത്തിന് വിധേയമാകുന്ന മൂലകം അയഡിൻ. ഓക്കെ, അയഡിൻ ആണ്. ക്ലിയർ അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് ആ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇതിൽ ഖരവസ്തുക്കൾ ദ്രാവകമായിട്ട് മാറുന്ന പ്രക്രിയ ദ്രവീകരണമാണ്. മെൽറ്റിംഗ് എന്ന് പറയും, ദ്രവീകരണം എന്ന് പറയും. ഇനി ദ്രാവകം വാതകമായിട്ട് മാറുന്ന പ്രക്രിയയുടെ പേരെന്താണ്? ബാഷ്പീകരണം. ദ്രാവകം വാതകമായിട്ട് മാറുന്നത് ബാഷ്പീകരണം. ഓക്കെ, വാതകം ഖരമായിട്ട് മാറുന്നത്, അതായത് വാതകം നേരിട്ട് ഖരമായിട്ട് മാറുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? ഘനീഭവിക്കൽ എന്ന് പറയാം. ഘനീഭവിക്കൽ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കതിനെ നിക്ഷേപം എന്ന് പറയാം. ഇപ്പൊ ഈ പുകക്കുഴലുകളൊക്കെ ഇല്ലേ, പുകക്കുഴൽ, നമ്മുടെ അടുപ്പിന്റെ ഒക്കെ പുകക്കുഴല്, ഈ പുകക്കുഴലിൽ പുകയാണ് പോകുന്നത്. പുക എന്ന് പറഞ്ഞാൽ വാതകാവസ്ഥയിലാണല്ലോ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു അതിന് ചുരണ്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുനിന്ന് കരിയുടെ പാർട്ടിക്കിൾസ് കിട്ടില്ലേ? കരി കിട്ടും. കരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളിഡ് ആയിട്ടല്ലേ ഇരിക്കുന്നത്, ഖരരൂപത്തിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് നിക്ഷേപം എന്ന് പറയുന്ന വാക്കാണ് കുറച്ചും കൂടി നല്ലത്. SCRT-യിൽ ഘനീഭവിക്കൽ എന്നുണ്ട്, നിക്ഷേപം ഡിപ്പോസിഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഘനീഭവിക്കൽ സോൾഡിഫിക്കേഷൻ എന്ന് പറയാം. രണ്ടും കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളാണ്. ഇനി അടുത്തത് എന്താണ്? ഇനി അടുത്തത് ഖരം നേരിട്ട് വാതകമാകുന്നത് എഴുതിയിട്ടുണ്ട്. ഖരം നേരിട്ട് വാതകമാകുന്നത് ഉത്പതനമാണ്, സബ്ലിമേഷൻ ആണ്. അതേപോലെ വാതകം ദ്രാവകമായിട്ട് മാറുന്നത്, നമ്മൾ വെള്ളം തിളപ്പിച്ച് നമ്മൾ അടച്ചു വെച്ചു. ഈ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് നീരാവി വരും അല്ലേ? എന്നിട്ട് നമ്മൾ ആ ഒരു പാത്രത്തിനെ അടച്ചു വെച്ചിട്ട് പിന്നീട് തുറന്നു നോക്കുമ്പോൾ ആ പാത്രത്തിൽ നിന്ന് ജലത്തിന്റെ തുള്ളികൾ ഇറ്റിറ്റ് വീഴാറില്ലേ? അവിടെ നീരാവി വെള്ളമായിട്ട് മാറി. ശരിയാണോ? നീരാവി വെള്ളമായിട്ട് മാറി, വാതകം ദ്രാവകമായിട്ട് മാറി. ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് സാന്ദ്രീകരണം അല്ലെങ്കിൽ കണ്ടൻസേഷൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വാതകം ദ്രാവകമായി മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? സാന്ദ്രീകരണം അല്ലെങ്കിൽ കണ്ടൻസേഷൻ. സാന്ദ്രീകരണം അല്ലെങ്കിൽ കണ്ടൻസേഷൻ. അടുത്ത, ദ്രാവകം ഖരമായിട്ട് മാറുന്നു.
ലിക്വിഡ് ആയിട്ടിരിക്കുന്ന സാധനം ഖരമായിട്ട് മാറുന്നു, സോളിഡ് ആയിട്ട് മാറുന്നു. അതിന് പറയുന്ന പേര് ഘനീഭവിക്കൽ എന്നാണ്. സോൾഡിഫിക്കേഷൻ തന്നെയാണ് പറയുക. ഘനീഭവിക്കൽ അല്ലെങ്കിൽ സോൾഡിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കണേ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ആറാമത്തെ ചോദ്യം, ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെ പറയുന്ന പേര് എന്താണ്? ഇപ്പൊ നമ്മൾ കുറച്ച് വെള്ളം നമ്മൾ എടുത്തു. ആ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് മഷി നമ്മളിങ്ങനെ ഒഴിക്കുകയാണ്. മഷി ഇങ്ങനെ ഒഴിച്ചു. ഓക്കെ, മഷി ഇങ്ങനെ ഒഴിച്ചു. ഈ മഷി കംപ്ലീറ്റ് ആയിട്ട് ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആകുമല്ലോ. ഈ ഉജാലയൊക്കെ നമ്മൾ നീല മുക്കില്ലേ, നമ്മൾ ഡ്രസ്സൊക്കെ കഴുകിയിട്ട് വെള്ള ഡ്രസ്സൊക്കെ ഉജാലയൊക്കെ മുക്കുന്ന സംഭവം, അത് നമ്മൾ ആ വെള്ളത്തിലോട്ട് ഒഴിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പടർന്ന് പോകുന്ന കണ്ടിട്ടില്ലേ? ഇങ്ങനെ എന്തുമാകാം കേട്ടോ. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിന് പറയുന്ന പേര്. ഇപ്പൊ നമ്മൾ അഗർബത്തി, നമ്മുടെ അഗർബത്തിയില്ലേ, ഈ അഗർബത്തി നമ്മൾ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഗർബത്തിയുടെ ചുവട്ടിൽ പോയി നോക്കിയാൽ മാത്രമേ നമുക്ക് മണം കിട്ടുള്ളൂ? ഇല്ല. ആ ഒരു ഗന്ധം ഉണ്ടാക്കുന്ന കണികകൾ നമ്മുടെ വായുവുമായിട്ട് മിക്സ് ആയിട്ട് അതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ വായുവിലൂടെ കലർന്ന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മണം കിട്ടുന്നത്. ഇതേപോലെ ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ അല്ലെങ്കിൽ വ്യാപനം. രണ്ടും ഉണ്ട്. ട്രാപ്പ് കണ്ടോ? ഓപ്ഷൻ എ കാണുമ്പോൾ ശരിയാണെന്ന് തോന്നും, പക്ഷെ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കണം. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാലും വ്യാപനം എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പൊ എ ആൻഡ് സി. ഓക്കെ, ഡിഫ്യൂഷൻ അല്ലെങ്കിൽ വ്യാപനം, എ ആൻഡ് സി. ഓക്കെ അല്ലേ? ശരി, അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ. ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് 7ാമത്തെ ചോദ്യം. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. നോക്കാം. ഞാനിപ്പോ പറഞ്ഞ കാര്യമേ ഉള്ളൂ. ചന്ദനത്തിരിയുടെ സുഗന്ധം വ്യാപിക്കുന്നത് ഡിഫ്യൂഷൻ മൂലമാണ്. ആണോ? ചന്ദനത്തിരിയുടെ മാത്രമല്ല, നമ്മൾ നല്ലൊരു ചക്ക പഴുത്തു, ഒരു പ്ലാവിൽ നല്ലൊരു ചക്ക കിടപ്പുണ്ട്, അതിങ്ങനെ പഴുത്തു. എന്തൊരു മണമായിരിക്കും അല്ലേ? നമ്മൾ കുറെ അകലത്ത് നിന്നാൽ പോലും നമുക്ക് ആ മണം കിട്ടില്ലേ? അതേപോലെ പണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ 12:30യുടെ ലാസ്റ്റ് പീരീഡ്, ഇന്റർവെല്ലിൽ വരുന്നതിന് തൊട്ട് മുന്നത്തെ പീരീഡൊക്കെ തൊട്ടടുത്ത വീട്ടിൽ നിന്നൊക്കെ മീൻ പൊരിക്കുന്നതിൻ്റെയൊക്കെ മണം നിങ്ങൾ ഇങ്ങനെ വലിച്ചു കയറ്റിയിട്ടുണ്ടോ? നമുക്ക് അതൊക്കെ ഇങ്ങനെ ഒരു നൊസ്റ്റു ആണല്ലേ, നൊസ്റ്റു ആണ്. അതെങ്ങനെ കിട്ടി? ആ ഒരു ഡിഫ്യൂഷനിലൂടെ ആ മണം നമ്മുടെ മൂക്കിലേക്ക് വന്നതാണ്. അപ്പോൾ ആ മണമൊക്കെ നമുക്ക് വരുന്നു. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഡിഫ്യൂഷൻ കാരണമാണ്, അല്ലെങ്കിൽ വ്യാപനം മൂലമാണ്. ചന്ദനത്തിരിയുടെ സുഗന്ധം വ്യാപിക്കുന്നത് ഡിഫ്യൂഷൻ മൂലമാണ്. അത് ശരിയാണ്. അടുത്ത് ഇതല്ല കേട്ടോ, ആൻസർ ഇതല്ല, അത് ശരിയാണെന്ന് ഞാൻ എഴുതിയത്. ആൻസർ അതല്ല, ശരിയാണ്. ഇനി വാതകാവസ്ഥയിൽ വ്യാപന തോത് കൂടുതലാണ്. ഇപ്പൊ ചന്ദനത്തിരിയുടെ മണം നമുക്ക് കിട്ടുന്നു, ആ ഒരു വായുവിലൂടെ കലർന്നിട്ട് നമുക്ക് കിട്ടുന്നു. അതേപോലെ നമ്മൾ ആ ഒരു വെള്ളത്തിലേക്ക് ഉജാല ഒഴിച്ചപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളർ നമ്മൾ മഷി ഒഴിച്ചപ്പോഴത്തേക്ക് അതിങ്ങനെ നന്നായിട്ട് വ്യാപിച്ചു. ഈ രണ്ടെണ്ണത്തിൽ ഏതിനായിരിക്കും വ്യാപിക്കാനുള്ള കഴിവ് കൂടുതലായിട്ടുണ്ടാവുക? ഉറപ്പായിട്ടും ആ ചന്ദനത്തിരിയുടെ മണം അല്ലെങ്കിൽ വാതകാവസ്ഥയിലായിരിക്കും വ്യാപനത്തിന്റെ തോത് കുറച്ചും കൂടി കൂടുതലായിട്ടുണ്ടാവുക. ദ്രാവകാവസ്ഥയെക്കാളും കുറച്ചും കൂടി വ്യാപന തോത് ഉണ്ടാകുന്നത് ഏതവസ്ഥയിലായിരിക്കും? വാതകാവസ്ഥയിൽ ആയിരിക്കും. അപ്പൊ അതും ശരിയാണ്. വാതകാവസ്ഥയിൽ വ്യാപന തോത് കൂടുതലാണ്. ഇനി താപനില കൂടുമ്പോൾ വ്യാപന തോത് കൂടുന്നു. അത് ശരിയാണോ തെറ്റാണോ? ഇപ്പൊ നല്ല ചൂടുള്ള ഭക്ഷണം എടുത്ത്, നല്ല ചൂടുള്ള എന്തെങ്കിലും ഒരു ചിക്കൻ കറി നമ്മൾ എടുത്ത് ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് തണുത്തു പോയ ഒരു ഭക്ഷണം എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ ഏതിന്റെ മണമാണ് നമുക്ക് നന്നായിട്ട് കിട്ടുന്നത്? ആ ചൂടുള്ള ചിക്കൻ കറിയുടെ മണമല്ലേ കിട്ടുള്ളൂ. അതായത് താപനില കൂടുന്നതിനനുസരിച്ച് അതിന്റെ വ്യാപന തോത് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അപ്പൊ അതും ശരിയാണ്. താപനില കൂടുമ്പോൾ വ്യാപന തോത് കൂടുന്നു. ഇവയെല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയെല്ലാം ശരിയാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. 8ാമത്തെ ചോദ്യം. ശുദ്ധ പദാർത്ഥത്തിന് ഉദാഹരണം അല്ലാത്തത്. ഇതിന്റെ ആൻസർ സോഡാ വെള്ളം എന്നുള്ളതാണ്. സോഡാ വാട്ടർ ആണ് ഇതിന്റെ ആൻസർ. ഇത് ഒരുപാട് പേർക്ക് ഇങ്ങനെ തെറ്റിക്കൊണ്ടേയിരിക്കുന്ന ഒരു സംഭവമാണ്, തെറ്റി പോകുന്ന ഒരു സാധനമാണ് ഈ ഒരു പരിപാടി. നമുക്ക് എന്താണെന്ന് ഒന്ന് പഠിക്കാം. ഓക്കെ, ഇവിടെ പലർക്കും ഈ ഉപ്പും സ്വർണവും പഞ്ചസാരയും ഒക്കെ ഡൗട്ട് വന്നിട്ടുണ്ടാവും. ചിലർ സ്വർണം എഴുതിയിട്ടുണ്ടാകും. അപ്പൊ അതെന്താന്നുള്ളത് നമുക്കൊന്ന് പഠിക്കാം. എന്താണ് ശുദ്ധപദാർത്ഥം? ശുദ്ധപദാർത്ഥവുമുണ്ട്, ശുദ്ധപദാർത്ഥം, അതേപോലെ മിശ്രിതം. ഓക്കെ, ശുദ്ധപദാർത്ഥവുമുണ്ട്, മിശ്രിതവുമുണ്ട്. ശുദ്ധപദാർത്ഥം എന്ന് പറഞ്ഞാൽ പ്യുവർ സബ്സ്റ്റൻസ്, മിശ്രിതം എന്ന് പറഞ്ഞാൽ മിക്സ്ചർ ആണ്. ഓക്കെ, ഒരേ ഇനം തന്മാത്രകൾ കൊണ്ട് നിർമ്മിച്ച പദാർത്ഥമാണ് ശുദ്ധപദാർത്ഥം. ഒരേ ഇനം തന്മാത്രകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ പദാർത്ഥത്തിനെയാണ് നമ്മൾ ശുദ്ധപദാർത്ഥം എന്ന് പറയുന്നത്.
മിശ്രിതം എന്ന് പറഞ്ഞാലോ, മിശ്രിതം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഇനം തന്മാത്രകൾ ചേർന്നുണ്ടാകുന്നതാണ് മിശ്രിതം അല്ലെങ്കിൽ മിക്സ്ചർ. ഓക്കെ, ഒരേ ഇനം തന്മാത്രകൾ ചേർന്നുണ്ടാകുന്നത് ശുദ്ധപദാർത്ഥമാണ്, വ്യത്യസ്ത ഇനം തന്മാത്രകൾ ചേർന്നുണ്ടാകുന്നതാണ് മിശ്രിതം. അപ്പൊ നമുക്ക് എന്താണ് സംഭവം നോക്കാം. ഈ ശുദ്ധപദാർത്ഥം രണ്ട് രീതിയിൽ വരാം. ശുദ്ധപദാർത്ഥം രണ്ട് രീതിയിൽ വരാം. എന്താണെന്നറിയോ? നോക്കിയേ, മൂലകങ്ങൾ വരാം, മൂലകങ്ങൾ വരാം, അതേപോലെ സംയുക്തങ്ങളും വരാം. ഓക്കെ, ഈ മൂലകം സംയുക്തം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഇത് മാത്രം ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കാം, മൂലകങ്ങളും സംയുക്തങ്ങളും. അതായത് ഇപ്പൊ ഞാൻ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരാളിനെ എടുത്തു. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണേ, ഹൈഡ്രജനെ ഞാൻ എടുത്തു, കുറച്ച് ഹൈഡ്രജൻ ഗ്യാസ് ഞാൻ എടുത്തു. ഈ ഹൈഡ്രജൻ ഗ്യാസ് ഞാൻ എടുത്താൽ ഇതിനകത്ത് ഹൈഡ്രജന്റെ തന്മാത്രകൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഹൈഡ്രജന്റെ ആറ്റങ്ങൾ മാത്രമല്ലേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. ഹൈഡ്രജൻ എന്ന് പറയുന്ന ആളിനെ കൊണ്ട് മാത്രമാണ് ഈ ഹൈഡ്രജൻ നിർമ്മിച്ചിരിക്കുന്നത്, വേറെ ആരും അതിനകത്ത് ഇല്ല. ശരിയാണോ? ഞാൻ കുറച്ച് ഹൈഡ്രജൻ എടുത്താൽ അതിനകത്ത് ധാരാളം ഹൈഡ്രജന്റെ ആറ്റങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. മൊത്തത്തിൽ ഹൈഡ്രജൻ മാത്രമേ ഇതിനകത്ത് കാണുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതൊരു ശുദ്ധപദാർത്ഥമാണ്. ഞാൻ കുറച്ച് ഓക്സിജൻ എടുത്തു, ഇതിനകത്ത് ഓക്സിജൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഓക്സിജൻ 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 ഇങ്ങനെ ഓക്സിജൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊരു ശുദ്ധപദാർത്ഥമാണ്. അപ്പോൾ മൂലകങ്ങൾ ശുദ്ധപദാർത്ഥങ്ങളാണ്. സാധാരണഗതിയിൽ നമ്മുടെ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ, അയഡിൻ എന്ത് വേണമെങ്കിലും എഴുതാം. ഇതെല്ലാം ശുദ്ധപദാർത്ഥങ്ങളുടെ എക്സാമ്പിൾ ആണ്. ഇനി സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൽ കൂടുതൽ മൂലകങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. എക്സാമ്പിൾ ആയിട്ട് ഞാൻ ജലം എടുക്കുന്നു. നന്നായിട്ട് മനസ്സിലാക്കണേ ഈ ഒരു കാര്യം. ഞാൻ ജലം എടുക്കുന്നു. ജലത്തിന്റെ രാസസൂത്രം എന്താണെടാ? ജലത്തിന്റെ രാസസൂത്രം H2O എന്നാണ്. അതായത് ഇതിനകത്ത് ഹൈഡ്രജനുമുണ്ട്, ഓക്സിജനുമുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും പലർക്കും സംശയം ഉണ്ടാകും, ഇതിനകത്ത് ഹൈഡ്രജനും ഓക്സിജനും ഇല്ലേ, പിന്നെ എങ്ങനെ ഇത് ഒരേ ഇനം ആൾക്കാർ ചേർന്നുണ്ടായി എന്ന് എങ്ങനെ പറയാൻ പറ്റും, പിന്നെ എങ്ങനെ ഇത് ശുദ്ധപദാർത്ഥമായി എന്നൊരു ഡൗട്ട് ഉണ്ടാകും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പദം ജലം എന്നാണ്. ജലം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് കുറച്ച് ഹൈഡ്രജൻ എടുത്ത് കൈ വെച്ചിട്ട് ഇത് ജലമാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. കുറച്ച് ഓക്സിജൻ എടുത്ത് കൈ വെച്ചിട്ട് ഇത് ജലമാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ വെള്ളം എടുത്ത് കൈ വെച്ചിട്ട് എനിക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഇത് ജലമാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് ജലം എടുത്തു കഴിഞ്ഞാൽ ഈ ജലത്തിനകത്ത് ജലതന്മാത്രകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിയാണോ? ജലം എന്ന് ഞാൻ പറയണമെങ്കിൽ എനിക്ക് ഒരിക്കലും ഹൈഡ്രജന് മാത്രമായിട്ട് ജലം എന്ന് പറയാൻ പറ്റില്ല, ഓക്സിജന് മാത്രമായിട്ടും എനിക്ക് ജലം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് ജലം എടുത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ അതിന് മാത്രമേ എനിക്ക് ജലം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ജലം എന്ന് പറഞ്ഞാൽ H2O ആണ്. ഈ H2O എന്ന് പറയുന്ന ആ ഒരു തന്മാത്ര കൊണ്ട് മാത്രമാണ് ജലം നിർമ്മിച്ചിരിക്കുന്നത്. ശരിയാണോ? H2O എന്ന് പറയുന്ന ആ ഒരാളിനെ കൊണ്ട് മാത്രമാണ് ജലം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും അവിടെ ഹൈഡ്രജൻ ഇല്ലേ, ഓക്സിജൻ ഇല്ലേ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ ജലം എന്ന് വിളിക്കാൻ പറ്റില്ല. ജലം എന്ന് പറയുന്ന സാധനം H2O ആണ്. ആ H2Oയുടെ അനേകം തന്മാത്രകൾ ചേർന്നിട്ടാണ് ജലം ഉണ്ടായത്. അപ്പോൾ കുറച്ച് വാട്ടർ ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വാട്ടർ മോളിക്യൂൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ജലതന്മാത്രകൾ മാത്രമേ അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ജലതന്മാത്രകൾ മാത്രമേ അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ. ഞാൻ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ CO2 ആണല്ലോ. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് എനിക്ക് പറയണമെങ്കിൽ അവിടെ CO2 എന്ന് പറയുന്ന ആള് വരണം. കാർബൺ ഡൈ ഓക്സൈഡ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ അനേകം തന്മാത്രകൾ കൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരുമില്ല. ഇതൊരു ശുദ്ധപദാർത്ഥത്തിന്റെ എക്സാമ്പിൾ ആണ്. ഇനിയും മനസ്സിലാവാത്തവർ ഒന്ന് വെയിറ്റ് ചെയ്യാം. സോഡാ വാട്ടർ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ആ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ സംയുക്തങ്ങളുടെ എക്സാമ്പിൾ ആയിട്ട് ശുദ്ധപദാർത്ഥങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, അതേപോലെ ജലം. ഓക്കെ, ഉപ്പ് എന്താ? ഉപ്പ് എന്ന് പറഞ്ഞാൽ NaCl ആണ് അല്ലേ? ഉപ്പെന്ന് പറഞ്ഞാൽ NaCl ആണ്. NaCl. അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് എടുത്തു എന്ന് വിചാരിച്ചോ, ഞാൻ കുറച്ച് ഉപ്പ് എടുത്തു വെച്ചു. NaCl, ഉപ്പ് എന്ന് പറഞ്ഞാൽ NaCl ആണ്. Naയെ മാത്രമായിട്ട് എനിക്ക് ഉപ്പെന്ന് വിളിക്കാൻ പറ്റില്ല, Clനെ മാത്രമായിട്ടും എനിക്ക് ഉപ്പെന്ന് വിളിക്കാൻ പറ്റില്ല. NaCl ഒരുമിച്ച് വന്നാൽ മാത്രമേ എനിക്കതിനെ ഉപ്പ് എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ. ആണല്ലോ? അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് NaClന്റെ തന്മാത്രകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉപ്പ് അല്ലെങ്കിൽ NaCl എന്ന് പറഞ്ഞാൽ ഒരു സംയുക്തമാണെങ്കിലും അതൊരു ശുദ്ധ പദാർത്ഥത്തിന്റെ എക്സാമ്പിൾ ആണ്, പ്യുവർ സബ്സ്റ്റൻസിന്റെ എക്സാമ്പിൾ ആണ്. ക്ലിയർ അല്ലേ? ശരി, ഇനി ഞാൻ മിശ്രിതത്തിലേക്ക് വരികയാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ ശുദ്ധ
ശുദ്ധപദാർത്ഥത്തിന് ഉദാഹരണം അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളവിടെ സോഡാ വെള്ളം എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അതൊരു മിശ്രിതമാണല്ലോ. എങ്ങനെയാണ് അത് വന്നത് നോക്കാം. ഒന്നിലധികം പദാർത്ഥങ്ങൾ കൂടിച്ചേരണം അല്ലെ. ഞാനിവിടെ സോഡാ വാട്ടർ എന്ന് എഴുതിയിട്ടുണ്ട്, സോഡാ വെള്ളം എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് സോഡാ വാട്ടർ. എന്താണ് സോഡാ വാട്ടർ? വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ചേർത്തിട്ടാണ് സോഡാ ജലം ഉണ്ടാക്കുന്നത്. അതറിയാമോ? നമ്മുടെ ആ സോഡയൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ബബിൾ വരും അല്ലേ, ആ ഒരു എയർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വെള്ളത്തിൽ എന്ത് ചേരുന്നതാണ് സോഡാ ജലം എന്ന് പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ചേരുന്നതാണ് സോഡാ ജലം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ സോഡാ വെള്ളം എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാക്കണേ, അതിനകത്ത് വെള്ളത്തിൻ്റെതായിട്ടുള്ള H2O ഉണ്ടാകും, കാർബൺ ഡൈ ഓക്സൈഡിന്റെ തന്മാത്രകൾ രണ്ടും ഇല്ലേ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ തന്മാത്രകളും അതിനകത്തുണ്ടാവും. അപ്പൊ സോഡാ വെള്ളം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശുദ്ധ പദാർത്ഥമാണോ? ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടാണോ അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? അല്ല, അവിടെ ജലത്തിന്റെ തന്മാത്രകളും ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ തന്മാത്രകളും ഉണ്ട്. അപ്പോൾ അത് വ്യത്യസ്ത ഇനം തന്മാത്രകൾ ചേർന്നുണ്ടായതാണ്. അതൊരു മിശ്രിതമാണ് അല്ലെങ്കിൽ മിക്സ്ചർ ആണ്. ക്ലിയർ അല്ലേ? വേറെയും കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. നമുക്ക് ഉപ്പ് വെള്ളം എടുത്തു നോക്കാം. ഉപ്പ് വെള്ളം നോക്ക്, നിങ്ങൾ ഉപ്പ് വെള്ളം എടുത്തു നോക്ക്. ഉപ്പ് വെള്ളം കേട്ടോ, ഉപ്പ് ലായനി. ഓക്കെ, ഉപ്പ് വെള്ളം ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഉപ്പ് വെള്ളം വെള്ളത്തിനകത്തോട്ട് ഉപ്പിട്ട് മിക്സ് ചെയ്തതാണ്. അപ്പൊ വെള്ളം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉറപ്പായിട്ടും H2O തന്മാത്രകൾ ഉറപ്പായിട്ടും ഉണ്ടാവും, H2O തന്മാത്രകൾ ഉണ്ടാകും. ഇനി ഉപ്പ് എന്ന് പറയുമ്പോൾ എന്താണത്? NaCl ആണ് അല്ലെ. ഉപ്പെന്ന് പറഞ്ഞാൽ NaCl ആണ്. അപ്പൊ ആലോചിച്ച് നോക്ക്, ഉപ്പ് വെള്ളം ഞാൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉപ്പിന്റെ തന്മാത്രയും ഉണ്ടാവും, വെള്ളത്തിന്റെ തന്മാത്രയും ഉണ്ടാവും. അപ്പോൾ അതൊരു ശുദ്ധ പദാർത്ഥമല്ല, വ്യത്യസ്ത ഇനം തന്മാത്രകൾ കൂടിച്ചേരുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? അത് മിശ്രിതമാണ്. അത് മിശ്രിതമാണ്. ക്ലിയർ ആണോ? മനസ്സിലായോ എല്ലാവർക്കും? സെറ്റ് ആണോ? കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വെള്ളം മാത്രം എടുത്തു കഴിഞ്ഞാൽ H2O മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഉപ്പ് മാത്രം എടുത്തു കഴിഞ്ഞാൽ NaCl മാത്രമേ ഉള്ളൂ. അത് രണ്ടും പ്രത്യേകം ശുദ്ധ പദാർത്ഥമാണ്. ഇത് രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഉപ്പിന്റെ തന്മാത്രയും ഉണ്ടാവും, വെള്ളത്തിന്റെ തന്മാത്രയും ഉണ്ടാവും. അപ്പൊ അതൊരു മിശ്രിതത്തിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ ഉപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധ പദാർത്ഥമാണ്. പഞ്ചസാര എന്ന് പറഞ്ഞാൽ പഞ്ചസാര മാത്രമേ ഉള്ളൂ, C6H12O6 എന്ന് പറയുന്ന പഞ്ചസാര മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. പഞ്ചസാര വെള്ളമായി കഴിഞ്ഞാൽ അതിനകത്ത് പഞ്ചസാരയുടെ തന്മാത്രയും ഉണ്ടാവും, വെള്ളത്തിന്റെ തന്മാത്രയും ഉണ്ടാവും. അപ്പൊ അതൊരു മിശ്രിതമായിട്ട് മാറും. ഇനി സ്വർണം ആലോചിക്കുക. ഇവിടെ തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്. സ്വർണം എന്ന് പറഞ്ഞാൽ ഗോൾഡ്, അതൊരു മൂലകമാണ്. സ്വർണം ഒരു ശുദ്ധ പദാർത്ഥമാണ്. പക്ഷേ ആഭരണങ്ങൾ നിർമ്മിക്കണമെങ്കിൽ, എനിക്കൊരു സ്വർണ്ണ വള ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് പ്യുവറായിട്ടുള്ള സ്വർണം വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. അതിനകത്തേക്ക് ഞാൻ ചെമ്പും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ ആഭരണം നിർമ്മിക്കുന്ന സ്വർണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ശുദ്ധ പദാർത്ഥമല്ല, അതൊരു മിശ്രിതമാണ്. കാരണം അതിനകത്ത് സ്വർണവും ഉണ്ടാവും, ചെമ്പും ഉണ്ടാവും. വെറുതെ സ്വർണം എന്ന് പറഞ്ഞാൽ ശുദ്ധ പദാർത്ഥമാണ്. ആഭരണം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വർണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്വർണവും ചെമ്പും ഉണ്ടാകും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, കമന്റ്സിൽ വീഡിയോ കഴിഞ്ഞിട്ട് താഴെ കമന്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, ശരി. അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടുത്തെ ആൻസർ സോഡാ വെള്ളം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9ാമത്തെ ചോദ്യമാണ്. ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ എന്താണ്? ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ സ്വേദനമാണ്. ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ സ്വേദനമാണ്. ഡിസ്റ്റിലേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അസറ്റോണിന്റെ തിളനില എത്രയാണ്? ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പോയിന്റ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ഇട്ടതാണ്. അസറ്റോണിന്റെ തിളനില എത്രയാണ്? 56 ഡിഗ്രി സെൽഷ്യസ് ആണ്. അസറ്റോണിന്റെ തിളനില 56 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ്, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നോക്കാം. ഇത് നമുക്ക് നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ പലതരം മിശ്രിതങ്ങളിൽ നിന്ന് ഘടക പദാർത്ഥങ്ങളെ വേർതിരിക്കുന്ന രീതികൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം എന്താ സംഭവം. മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ ബാഷ്പീകരിക്കാത്തതുമായാൽ സ്വേദനത്തിലൂടെ അവയെ വേർതിരിക്കാം. അത് ശരിയായ പ്രസ്താവനയാണ്. നമുക്ക് ഇതൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഡിസ്റ്റിലേഷന്റെ സെറ്റപ്പ്. ഇതാണ്. ഇവിടെ ഈ പാത്രത്തിൽ ഉപ്പ് ലായനി എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തീ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തീ കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളേ? ഉപ്പും ഉണ്ട്, വെള്ളവും ഉണ്ട്. ശരിയല്ലേ? നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ബാഷ്പീകരിക്കാൻ കഴിവുള്ളത് വെള്ളത്തിന് മാത്രമാണല്ലോ. അപ്പൊ ഇതിൽ ഒരെണ്ണം ബാഷ്പീകരണ സ്വഭാവം ഉള്ളതാണ്, മറ്റേത് ബാഷ്പീകരണ സ്വഭാവം ഇല്ലാത്തതാണ് ആണല്ലോ. അപ്പൊ ഈ ബാഷ്പീകരണ സ്വഭാവമുള്ള ജലം ബാഷ്പമായിട്ട് ഉയർന്നിട്ട് എന്ത് ചെയ്യും? ഇതുവഴി ഇങ്ങനെ വേപ്പറായിട്ട് ആ ബാഷ്പമായിട്ട് വരും. എന്നിട്ട് ഇവിടെ നമ്മൾ കണ്ടൻസർ വെച്ചിട്ടുണ്ട്. കണ്ടോ, കണ്ടൻസർ വെച്ചിട്ടുണ്ട്. കണ്ടൻസർ എന്ന് പറഞ്ഞാൽ എന്താ? തണുപ്പിക്കാൻ. ഈ വരുന്ന ബാഷ്പത്തെ തണുപ്പിക്കാനുള്ള സംവിധാനമാണ് കണ്ടൻസർ. ഈ ബാഷ്പം തണുത്താൽ എന്തായിട്ട് മാറും? ജലമായിട്ട്
ജലമായിട്ട് വീണ്ടും മാറും. ഈ ബാഷ്പം തണുത്തു കഴിഞ്ഞാൽ അത് ജലമായിട്ട് മാറും. അപ്പോൾ ആ ജലം നമുക്ക് ഇവിടെ ശേഖരിക്കാൻ പറ്റും. ഇവിടെ ഉപ്പ് മാത്രമായിട്ട്, ബാഷ്പീകരണ സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉപ്പ് മാത്രമായിട്ട് അവിടെ കിടക്കുകയും ചെയ്യും. അപ്പോൾ രണ്ടും രണ്ടായില്ലേ, ഉപ്പ് സെപ്പറേറ്റ് ആയി, വെള്ളം സെപ്പറേറ്റ് ആയി. അപ്പോൾ ഇതാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണ ശീലമുള്ളതും മറ്റുള്ളവ ബാഷ്പീകരിക്കാത്തതുമായാൽ സ്വേദനത്തിലൂടെ അവയെ വേർതിരിക്കാനായിട്ട് നമുക്ക് പറ്റും. അതേപോലെ ഈ സ്വേദനത്തിന് മറ്റൊരു സംഭവം കൂടിയുണ്ട്, അതും ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. പരസ്പരം കലരുന്ന ദ്രാവകങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസം തിളനിലയിലുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സ്വേദനത്തിലൂടെ അവയെ വേർതിരിക്കാനായിട്ട് സാധിക്കും. ടെക്സ്റ്റ് ബുക്ക് വായിക്കാത്തവർ മസ്റ്റായിട്ട് വായിച്ചു നോക്കണം. ഈ സെന്റൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, വായിച്ചു നോക്കണം. അടുത്ത ബി ഓപ്ഷൻ നോക്കാം. ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്നത് സ്വേദനത്തിലൂടെയാണെന്ന് പറയുന്നു. തെറ്റാണ്. ഓക്കെ, ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ ഇതൊക്കെ വേർതിരിക്കില്ലേ നമ്മൾ, അത് ഏത് പ്രക്രിയയിലൂടെയാണെന്ന് ചോദിച്ചാൽ അത് അംശിക സ്വേദനത്തിലൂടെയാണ്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിലൂടെയാണ്. അംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. സെറ്റപ്പ് നമ്മുടെ ബാക്കിയുള്ള എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഒക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ടവർ ഇല്ലേ, ഇതിനെ നമ്മൾ ഫ്രാക്ഷനേറ്റിംഗ് ടവർ അല്ലെങ്കിൽ ഫ്രാക്ഷനേറ്റിംഗ് കോളം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് സാന്ദ്രീകരണവും ബാഷ്പീകരണവും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ആ ദ്രാവകങ്ങൾ തമ്മിൽ വേർതിരിക്കപ്പെടും. ഇതാണ് അംശിക സ്വേദനം എന്ന് പറയുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണ്? വെറും സ്വേദനമല്ല, അംശിക സ്വേദനമാണ്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഇനി പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ വേർതിരിക്കാൻ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കുന്നു. അത് ശരിയാണ്. ഇവിടെ നോക്കിക്കേ. ഓക്കെ, ഇവിടെ മണ്ണെണ്ണയും വെള്ളവും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിക്സ് ആവുമോ? എത്ര നമ്മൾ മിക്സ് ആക്കാൻ ശ്രമിച്ചാലും മിക്സ് ആവില്ല, പരസ്പരം കലരാതെ നിൽക്കും. അപ്പൊ ഇതാ ഇവിടെ നിൽക്കുന്നത് മണ്ണെണ്ണ ആയിരിക്കും, താഴെ നിൽക്കുന്നത് വെള്ളമായിരിക്കും അല്ലെ. മണ്ണെണ്ണയും വെള്ളവും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടപ്പുണ്ട്. ഇതിനെ വേർതിരിക്കാൻ നമുക്ക് സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കാം. ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിംഗ് നമ്മൾ തിരിക്കുന്ന സമയത്ത് നമുക്ക് ആ താഴെയുള്ള ദ്രാവകത്തെ താഴേക്ക് മാറ്റാനും മറ്റേ കലരാതെ കിടക്കുന്ന മേളിൽ കിടക്കുന്ന ആളിനെ സെപ്പറേറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചിട്ടാണ് പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നത്? വേർതിരിക്കുന്നത്. അപ്പൊ അത് ശരിയാണ്. അമോണിയം ക്ലോറൈഡിന് ഉത്പതന സ്വഭാവമുണ്ട്. അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സംയുക്തത്തിന് ഉത്പതന സ്വഭാവമുണ്ട്. അതായത് അമോണിയം ക്ലോറൈഡിനെ ചൂടാക്കി കഴിഞ്ഞാൽ അത് ദ്രാവകമാവാതെ നേരിട്ട് വാതകമായിട്ട് മാറും. നമ്മൾ പഠിച്ചിരുന്നില്ലേ ഈ സെഷന്റെ തന്നെ ആദ്യത്തിൽ ഉത്പതനം എന്താണെന്നുള്ളത്? ആ സബ്ലിമേഷൻ പ്രോപ്പർട്ടി ഉണ്ട്, ഉത്പതന സ്വഭാവം അമോണിയം ക്ലോറൈഡിന് ഉണ്ട്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണല്ലോ അല്ലെ? ഇവിടെ ടെക്സ്റ്റിലുള്ളൊരു കട്ടിങ് തന്നെ ഞാൻ വച്ചിട്ടുണ്ട്. ഈ അംശിക സ്വേദനം, ഇവിടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രമുള്ള ദ്രാവകങ്ങളെ വേർതിരിക്കാനും അംശിക സ്വേദനം ഉപയോഗിക്കാം. സ്വേദനം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു തിളനിലകൾ തമ്മിൽ വലിയ വ്യത്യാസമുള്ള ദ്രാവകങ്ങളെ വേർതിരിക്കാൻ വേണ്ടി സ്വേദനം ഉപയോഗിക്കാം. ഇവിടെയാണെങ്കിൽ എഥനോളിന്റെ തിളനില 78 ഡിഗ്രി സെൽഷ്യസ് ആണ്, മെഥനോളിന്റെ തിളനില 65 ഡിഗ്രി സെൽഷ്യസ് ആണ്. വലിയ വ്യത്യാസം ഇല്ലല്ലോ. ഇങ്ങനെ തിളനിലയിൽ വലിയ വ്യത്യാസമുള്ള ദ്രാവകങ്ങളെ വേർതിരിക്കാൻ നമുക്ക് അംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഓർത്തു വെക്കുക. ഇനി അമോണിയം ക്ലോറൈഡിന് ഉത്പതന സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു എക്സ്പെരിമെന്റ് പോലെ, ഒരു എക്സാമ്പിൾ പോലെ പുസ്തകത്തിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് നോക്കാം. അമോണിയം ക്ലോറൈഡും മണലും കൂടി മിക്സ് ആയിട്ട് കിടക്കുന്നു എന്ന് വിചാരിക്കുക. അതിനെ നമുക്ക് വേർതിരിക്കണം. അമോണിയം ക്ലോറൈഡും മണലും കൂടി മിശ്രിതമായിട്ടിരിക്കുന്നു. അതിനെ വേർതിരിക്കണമെങ്കിൽ ഈ വേർതിരിക്കാനുള്ള അമോണിയം ക്ലോറൈഡും ആ ഒരു മണലും കൂടിയുള്ള ആ ഒരു സംഭവത്തെ നമ്മളൊരു ചൈന ഡിഷിൽ എടുക്കുന്നു, നമ്മളൊരു പാത്രത്തിൽ എടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മളൊരു ഫണൽ എടുത്ത് ഇങ്ങനെ തല തിരിച്ചു വെക്കുകയാണ്. ഒരു ഫണൽ എടുത്ത് തല തിരിച്ചു വെക്കുന്നു. ഈ ഫണലിന്റെ ഈ ഭാഗം നമ്മൾ കോട്ടൺ ഉപയോഗിച്ച് അടച്ചു വെക്കുന്നു. ഈ ബാഷ്പം പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു ഡിഷിനെ നമ്മൾ ചൂടാക്കുകയാണെന്ന് വിചാരിക്കുക. ഇതിന് നമ്മൾ താഴേന്ന് തീ കൊടുക്കുകയാണ്, നമ്മൾ അതിനെ ചൂടാക്കുകയാണ്. ഓക്കെ, ശരി. ഇങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ഇതിനകത്ത് അമോണിയം ക്ലോറൈഡും ഉണ്ട്, മണലും ഉണ്ട് അല്ലെ. ഇതിൽ ആർക്കാണ് ഉത്പതന സ്വഭാവം ഉള്ളത്? അമോണിയം ക്ലോറൈഡിനല്ലേ ഉത്പതന സ്വഭാവം ഉള്ളത്. മണല് ഉത്പതനത്തിന് വിധേയമാകുന്നില്ല. അമോണിയം ക്ലോറൈഡിന് നേരിട്ട് വാതകമായിട്ട് മാറാൻ പറ്റും. അപ്പോൾ ഈ അമോണിയം ക്ലോറൈഡ് മാത്രം ഉത്പതന സ്വഭാവം ഉള്ളതുകൊണ്ട് നേരിട്ട് വാതകമായിട്ട് മാറുകയും ഈ ഒരു ഫണലിന്റെ വശങ്ങളിൽ വന്ന് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയും ചെയ്യും. ഈ ഫണലിന്റെ വശങ്ങളിൽ വന്ന് പറ്റിപ്പിടിച്ചിരിക്കുകയും ചെയ്യും. ബാക്കി താഴെയാണെങ്കിൽ മണൽ മാത്രമായിട്ട് സെപ്പറേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത് ഉത്പതന സ്വഭാവം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു കാര്യം ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. 12ാമത്തെ ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്തായിരുന്നു? ആൻസർ നമ്മൾ നോക്കിയോ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. തെറ്റായ പ്രസ്താവനയാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ശരി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള മാർഗം. ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണെന്ന് അറിയാമോ? അത് ഓപ്ഷൻ ബി ആണ്, സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയും. സെൻട്രിഫ്യൂഗേഷൻ, അതായത് ഇതാണ് നമ്മുടെ ആ ഒരു സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്. ഇതൊരു സെൻട്രിഫ്യൂജ് ആണ്. ഇതിപ്പോ കൈകൊണ്ട് കറക്കുന്ന, നമ്മൾ മനുഷ്യൻ മാനുവലായിട്ട് ചെയ്യുന്നതാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് സ്വിച്ച് ഇട്ടാ കറങ്ങുന്ന സെൻട്രിഫ്യൂജ് ഒക്കെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ലബോറട്ടറികളിൽ. ഓക്കെ, ഇവിടെ ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ദ്രാവകം, ഓക്കെ, ഒരു ദ്രാവകത്തിനകത്ത് എന്തോ ഇങ്ങനെ മിക്സ് ആയിട്ട് ഇരിപ്പുണ്ട്, എന്തൊക്കെയോ മിക്സ് ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ ചോക്ക് പൊടിയും വെള്ളവും കൂടെ മിക്സ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കാം. ഇതിന് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് ഇങ്ങനെ ഒഴിച്ച് വെക്കുകയാണ് ചോക്ക് പൊടിയും വെള്ളവും കലർന്ന മിശ്രിതം. ഓക്കെ, ചോക്ക് പൊടിയും വെള്ളവും ജസ്റ്റ് ഇങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ അടിഞ്ഞു വരും. അതല്ല, കുറച്ചും കൂടി കൊഴുത്തിരിക്കുന്ന എന്തെങ്കിലും കുറച്ചുകൂടി മിക്സ് ആയിട്ട് കിടക്കുന്ന ഒരു ദ്രാവകം ആലോചിക്കുക നിങ്ങൾ. ഓക്കെ, ഇതിങ്ങനെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് ഇതിനെ പിടിച്ച് നമ്മളിങ്ങനെ കറക്കും കേട്ടോ. ഇതിനെ നന്നായിട്ട് ഇങ്ങനെ കറക്കും. ഇങ്ങനെ കറക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഭാരം കുറവും ഈ ചോക്കുപൊടിന്റെ ഭാരം കൂടുതലും ആയിരിക്കുമല്ലോ. ഈ ഭാരം കൂടിയ സാധനങ്ങൾ താഴെ വന്ന് അടിയുകയും ഭാരം കുറഞ്ഞ ഘടകങ്ങൾ മുകളിലേക്ക് നിൽക്കുകയും ചെയ്യും. നമ്മളിങ്ങനെ ഇത് കണ്ടോ, ഇതേപോലെ നന്നായിട്ട് സ്പീഡിന് കറക്കുന്ന സമയത്ത് ഭാരം കുറഞ്ഞവ മേളിലേക്ക് വരികയും ഭാരം കൂടിയ കണങ്ങൾ താഴേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ തൈരിൽ നിന്ന് വെണ്ണ കടയില്ലേ, തൈരിൽ നിന്ന് ഇങ്ങനെ വെണ്ണ കടയത്തില്ലേ, അങ്ങനെ വെണ്ണ കടയാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന പരിപാടിയാണ് നമ്മൾ യൂസ് ചെയ്യുക. തൈരിൽ നിന്ന് ഇങ്ങനെ വെണ്ണ കടഞ്ഞ് വെണ്ണ സെപ്പറേറ്റ് ചെയ്തെടുക്കില്ലേ, സെൻട്രിഫ്യൂഗേഷൻ ആണ് അവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാരം കുറഞ്ഞ ആൾക്കാർ മുകളിലേക്ക് വരികയും ഭാരം കൂടിയ ആൾക്കാർ താഴേക്ക് പോവുകയും ചെയ്യും സെൻട്രിഫ്യൂഗേഷനിൽ. അപ്പോൾ തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കാൻ ഈ ഒരു പ്രക്രിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക്, അപ്പൊ ഇവിടുത്തെ ആൻസർ സെൻട്രിഫ്യൂഗേഷൻ ആണ്. 12ൽ എത്ര മാർക്ക് കിട്ടിയെന്ന് എല്ലാവരും കമന്റ് ചെയ്യണം. 12ൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യണം. ഇനി ഒറ്റ കാര്യം കൂടി, ടെക്സ്റ്റിലുള്ള ഒറ്റ കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ക്രൊമാറ്റോഗ്രാഫി. ക്രൊമാറ്റോഗ്രാഫി ടെക്സ്റ്റിൽ ഏറ്റവും അവസാനമായിട്ട് പറയുന്ന ഒന്നാണ് ക്രൊമാറ്റോഗ്രാഫി. ഇതെന്താന്ന് പറഞ്ഞാൽ ഒരേ ലായകത്തിൽ, ഓക്കെ, നിങ്ങൾ ഈ ലായകം ഒന്നും പഠിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ പഠിക്കാത്തവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ആദ്യമായിട്ടൊക്കെ പഠിക്കുന്നവർക്ക്. അതുകൊണ്ടാണ് അതിന്റെ ക്വസ്റ്റ്യൻ ഇടാത്തത്. ലായനികൾ എന്ന് പറയുന്ന പാഠം നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഇത് ക്ലിയർ ആവും. ജസ്റ്റ് അതിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ, ഡെഫിനിഷൻ മാത്രം ഞാനൊന്ന് പറയാം. ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന, ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാനാണ് നമ്മൾ ക്രൊമാറ്റോഗ്രാഫി യൂസ് ചെയ്യുന്നത്. എന്താന്നുള്ളത് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്, ലായനികൾ എന്ന് പറയുന്ന പാഠം പഠിച്ചിട്ട് നിങ്ങൾക്ക് അതൊന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ശരി, അതിനാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഡയറക്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതാൻ മനസ്സിലാക്കി വെച്ചിരിക്കാം. പിന്നെ ഇതിന്റെ ക്രൊമാറ്റോഗ്രാഫി എവിടെയൊക്കെ യൂസ് ചെയ്യും എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, ചായങ്ങളിലെ നിറങ്ങൾ, ചായങ്ങളിലെ ഘടകങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കും. അതേപോലെ രക്തത്തിലെ വിഷാംശങ്ങളൊക്കെ തിരിച്ചറിയാൻ, വിഷാംശങ്ങൾ വേർതിരിക്കാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. രക്തത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ അല്ലെങ്കിൽ രക്തത്തിലെ വിഷാംശങ്ങളെ വേർതിരിക്കാനും ഒക്കെ നമ്മൾ ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യും. ഈ ക്രൊമാറ്റോഗ്രാഫി എന്നുള്ള പേര് വരാൻ കാരണം ആദ്യമായിട്ട് നമ്മൾ ഇതിനെ ഉപയോഗിച്ചത് നിറമുള്ള സംയുക്തങ്ങളെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അതിന് ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്ന ഒരു പേര് വന്നത്. ഓക്കെ, ശരി. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് പഠിക്കാൻ തന്ന 2 ചാപ്റ്റേഴ്സിൽ ആ ഒറ്റ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത കില്ലർ സെഷനകത്ത് ആ 8ാം ക്ലാസ്സിലെ തന്നെ 5ാമത്തെ പാഠം, ഓക്കെ, ആ പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും നമ്മൾ അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ 12ൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എല്ലാവരും സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യുക. ക്ലാസ് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.